ഓം നാരായണഗുരും വന്ദേ സത്യധർമ്മപ്രവാചകം വേദചിന്താവിനിർമുക്തം സദാമാരാധനാസ്പദം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ചതയം മുതൽ ചതയം വരെ എന്ന് നമ്മൾ തുടങ്ങിയിരിക്കുന്ന നമ്മുടെ പ്രോഗ്രാമിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം ഗുരുദേവൻ്റെ ദിനചര്യ. ഓരോ ഋഷിയുടെയും സത്യദർശനാവിഷ്കാരത്തിൻ്റെ ശൈലിയിലും ഉണ്ടാകും പല പല വ്യത്യാസങ്ങൾ. ഓരോരുത്തരുടെയും സാംസ്കാരികമായ പശ്ചാത്തലം, ചരിത്രപരമായ വസ്തുതകൾ, അതാതുകാലത്ത് നിലനിൽക്കുന്ന ചിന്താശൈലിയുടെയും ശാസ്ത്ര അവബോധത്തിൻ്റെയും ചിന്തയുടെ ശാസ്ത്രീയതയുടെയും സ്വഭാവം, പരിചിതമായ ഭാഷയും അതിൻ്റെ ശൈലിയും, ഇതൊക്കെ അനുസരിച്ച് ആവിഷ്കരണ ശൈലിയിൽ വ്യത്യാസം ഉണ്ടാകാം. എന്നിരുന്നാലും ആവിഷ്കരിക്കപ്പെടുന്ന സത്യം ഒന്ന് തന്നെയാണ്. കാരണം സകലതിനും ആധാരമായിരിക്കുന്ന സത്യം ഒന്ന് മാത്രമായിരിക്കാനേ സാധ്യതയുള്ളൂ. ഗുരുദേവൻ്റെ ദിനചര്യ അത് എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. എപ്രകാരം ആയിരുന്നു എന്ന് നോക്കാം. സ്വാമികൾ അധികം ഉറങ്ങാറില്ലായിരുന്നു. ഉറക്കം കുറവായിരുന്നു എന്നാണ് അറിവ്. പാറപ്പുറങ്ങളിൽ, നദിക്കരയിൽ, സമുദ്രതീരങ്ങളിൽ തുടങ്ങിയ ഏകാന്തതയിൽ മണിക്കൂറുകളോളം ധ്യാനത്തിലോ ദൃശ്യങ്ങൾ വീക്ഷിച്ചോ ചലനമറ്റ പോലെ ഇരിക്കുമായിരുന്നു. സ്വാമികളുടെ ഗൃഹസ്ഥ ശിഷ്യനായിരുന്ന സുബ്രഹ്മണ്യൻ പോറ്റി, അതായത് ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ തുപ്പൻ പോറ്റി, ഒരിക്കൽ പറഞ്ഞത് ഗുരുദേവൻ്റെ സമാധിക്ക് ശേഷം തനിക്കും ഉറക്കം കുറവായിരുന്നു എന്നാണ്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം ഗുരുദേവൻ്റെ ചൈതന്യത്തെ താൻ ആവാഹിച്ചു വെച്ച് പൂജിക്കുകയാണ്. ഒരു ദേവതയുടെ സ്വഭാവമായിരിക്കും അതിൻ്റെ ഭക്തനും. സ്വാമിയെ താൻ ദേവനായിട്ട് ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ മുതൽ സ്വാമികളുടെ പല സ്വഭാവങ്ങളും തന്നിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഈ വസ്തുത ഒരിക്കൽ നടരാജ ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞത് പോറ്റിക്ക് ഉറക്കം കുറയുന്നത് എണ്ണക്കേടുകൊണ്ടായിരിക്കും എന്നാണ്. വർക്കലയിൽ മിക്കവാറും സമുദ്രതീരത്തായിരിക്കും രാത്രികാലങ്ങളിൽ ചെന്നിരിക്കുക. അരുവിപ്പുറത്ത്, മലമുകളിലോ ചിലപ്പോൾ നദീതീരത്തോ ആയിരിക്കും. ആലുവായിലും പുഴക്കരയിലും ചിലപ്പോൾ കുറച്ചകലെ ഇന്ന് ശ്രീനാരായണഗിരി എന്നറിയപ്പെടുന്ന കുന്നിലോ പോയിരിക്കുമായിരുന്നു. ശ്രീനാരായണഗിരിയിൽ ഗുരുദേവൻ പോയിരുന്ന സ്ഥലം അയ്യപ്പൻ മാസ്റ്ററും ഭാര്യയും ഒരു മഞ്ചം പോലെ സിമൻറ്റിൽ വാർത്ത് സംരക്ഷിച്ചിരിക്കുന്നു. ഗുരുദേവൻ പല്ലു തേക്കാൻ ഉപയോഗിച്ചിരുന്ന അരയാലിൻ്റെയോ വേപ്പിലയോ ചെറിയ കമ്പ് ചതച്ചായിരുന്നു. അല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത ഉമ്മിക്കരിയും അപൂർവ സന്ദർഭങ്ങളിൽ പല്ലു തേക്കുവാൻ ഉപയോഗിച്ചിരുന്നതായി ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. രാവിലെ പ്രാഥമിക കൃത്യങ്ങൾക്ക് പുറപ്പെടുമ്പോൾ ഒരു കമണ്ടലുവിൽ വെള്ളവുമായി അന്തേവാസികൾ പിന്നാലെ പോകുമായിരുന്നു. കുറേ ചെല്ലുമ്പോൾ സ്വാമികൾ തിരിഞ്ഞു നിന്ന് "ആ" എന്ന് പറയും. അപ്പോൾ പിന്തുടരുന്നവർ കമണ്ടലുവും വെള്ളവും അവിടെ വെച്ചിട്ട് മാറി നിൽക്കും. കമണ്ടലു എടുത്തുകൊണ്ട് കുറെ കൂടി പോയി വിജനമായിടത്ത് ഒരു കുഴിയുണ്ടാക്കി അതിൽ മലവിസർജനം നടത്തി മണ്ണിട്ടു മൂടുകയായിരുന്നു. അന്ത്യകാലങ്ങളിൽ മറ്റുള്ളവർ തന്നെ കുഴിയുണ്ടാക്കി കൊടുത്തിരുന്നു. ദിവസം 2 നേരം, അപൂർവ സന്ദർഭങ്ങളിൽ 3 നേരവും ഗുരുദേവൻ കുളിച്ചിരുന്നതായിട്ടാണ് അറിവ്. തലയിൽ കാച്ചെണ്ണയും ദേഹത്ത് തൈലവുമാണ് തേച്ചിരുന്നത്. പുറത്ത് മറ്റുള്ളവരെ കൊണ്ട് എണ്ണ പുരട്ടിക്കുമായിരുന്നു. യാത്രാവേളകളിൽ മറ്റു വീടുകളിൽ ചെന്ന് താമസിക്കുമ്പോൾ കാലേ കൂടി മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ദൂരെ എവിടെയെങ്കിലും പോയി പ്രാഥമിക കർമ്മങ്ങളും കുളിയും നടത്തി വരുമായിരുന്നു. തന്നെ പരിചരിച്ച് കൂടെ കഴിയുന്നവരും 2 നേരത്തിൽ കുറയാതെ അടിച്ച് നനച്ച് കുളിക്കണമെന്ന സ്വാമിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ശുചിത്വമില്ലാത്തതുകൊണ്ട് ഈച്ചയും കൊതുകുകളുമൊക്കെ ദേഹത്ത് വന്നു പറ്റുന്നതെന്ന് ഗുരുദേവൻ പറഞ്ഞിരുന്നു.
ഒരിക്കൽ മാമ്പലം വിദ്യാനന്ദ സ്വാമിയും ഗുരുദേവനും കൂടി ഒരു വനപ്രദേശത്ത് ചെന്ന് കഴിയുമ്പോൾ വിദ്യാനന്ദ സ്വാമിയെ കുറേ കൂടുതൽ കൊതുക് കടിച്ചു. അദ്ദേഹം ചൊറിയുന്നത് കണ്ടിട്ട് ഗുരുദേവൻ പറഞ്ഞു, ഇങ്ങനെ ചൊറിയരുത്, ദേഹത്ത് തൊലി പൊട്ടി രക്തം വരും, അത് പഴുത്തു വ്രണമാകും, അപ്പോൾ കൂടുതൽ കൊതുകും ഈച്ചയും വന്ന് ശല്യം ചെയ്യും. കൊതുകുകൾ കടിച്ചാൽ കഴിവതും നല്ല ചൂടുവെള്ളത്തിൽ ദേഹം കഴുകുക, അപ്പോൾ ശരീരത്തു ബാധിച്ച കൊതുകിൻ്റെ വിഷം നഷ്ടപ്പെടും. മാത്രമല്ല ദേഹം കഴുകുമ്പോൾ ശരീരത്തെ അഴുക്കും ദുർഗന്ധവും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഗുരുദേവൻ ഇഞ്ച പതപ്പിച്ച് ദേഹത്ത് തേച്ച ആണ് മെഴുകിയിരുന്നത്. അതായത് ഇഞ്ച പതപ്പിച്ചാണ് ദേഹം തേച്ചിരുന്നത്. ചിലപ്പോൾ പയറിൻ്റെ പൊടിയും തേച്ചിരുന്നു. യാത്രാവേളകളിൽ ചില പച്ചിലകൾ, അതായത് ഞെരുടിത്തലയിലും ദേഹത്ത് തേച്ച് കുളിച്ചിരുന്നു. ഇത് വിദ്യാനന്ദ സ്വാമികളുടെ കുറിപ്പിൽ പറയുന്നതാണ്. 2 ആഴ്ചയിൽ ഒരിക്കലായിരുന്നു ഗുരുദേവന് ക്ഷൗരം ചെയ്തിരുന്നത്. ക്ഷുരകൻ കുളിച്ച് വെള്ള വസ്ത്രങ്ങളും ധരിച്ച് ഉപകരണങ്ങൾ ചൂടുവെള്ളത്തിൽ കഴുകി വേണമായിരുന്നു ക്ഷൗരം ചെയ്യുവാൻ. ഗുരുദേവൻ പരുക്കൻ വസ്ത്രങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് അറിവ്. രാവിലെയും ധരിക്കുന്ന വസ്ത്രം എല്ലാം തന്നെ വൈകിട്ട് മാറ്റിയിരുന്നു. പാചകനും ഇങ്ങനെയൊക്കെ വേണം എന്നാണ്, അതായത് പാചകം ചെയ്യുന്ന ആൾക്ക് ഇങ്ങനെയൊക്കെ വേണമെന്നായിരുന്നു. അദ്ദേഹം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് പോയി കുളിക്കണം. കുളി കഴിഞ്ഞു വന്ന് പാചകം കഴിഞ്ഞ് ഒരിക്കൽ കൂടി കുളി, എന്നിട്ടാണ് വിളമ്പുന്നത്. തൻ്റെ പാചകൻ, ക്ഷുരകൻ, കൂടെ നിന്ന് പരിചരിക്കുന്നവർ തുടങ്ങിയവയിൽ ഉള്ള എല്ലാ ആൾക്കാരിലും ആരുടെയും ശരീരത്തിലും വസ്ത്രത്തിൽ നിന്നും വിയർപ്പിൻ്റേത് ഉൾപ്പെടെയുള്ള ദുർഗന്ധം ഉണ്ടാകരുതെന്ന് ഗുരുദേവന് നിർബന്ധമുണ്ടായിരുന്നു. തൻ്റെ സമീപത്ത് ഭക്ഷണം കഴിക്കുന്നവർ ശബ്ദമുണ്ടാക്കി ചവയ്ക്കുക, വെള്ളം കുടിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുക, ഏമ്പക്കമിടുക, ചുമയ്ക്കുക, ഇതൊന്നും ഗുരുദേവന് ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളേയല്ല. ഞാൻ ഈ അറിവ് സമ്പാദിച്ചത് KK മനോഹരൻ സാറിൻ്റെ ശിവഗിരി ചരിതം എന്ന ബുക്കിൽ നിന്നാണ്. ഇന്നത്തെ എൻ്റെ വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.